ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് കർക്കിടക മാസം 14-ാം ദിവസം ഇങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോൾ, രാമായണ മാസാചരണത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ, ബാലി വധം, ബാലിയെ ഭഗവാൻ നിഗ്രഹിക്കുന്നതിനെ പറ്റി രാമായണത്തിലുടനീളം, അല്ലെങ്കിൽ നമ്മുടെ ആധുനിക സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഭഗവാൻ ബാലിയെ നിഗ്രഹിച്ചത് എന്തിനാണ്? ബാലിയെ ഒളിഞ്ഞു നിന്ന് നിഗ്രഹിക്കുവാൻ തക്ക തെറ്റെന്താണ് ബാലി ചെയ്തത്, അല്ലെങ്കിൽ ഭഗവാൻ ചെയ്തത് തെറ്റല്ലേ എന്ന് പലരും പലയിടത്തും വിമർശിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, വായിക്കുകയും ചെയ്തിട്ടുണ്ട്. രാമായണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണിത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ച് പോകുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ തത്വം, ഇത് ഓരോന്നിനും ഓരോ തത്വമുണ്ട്. ഭഗവാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും യഥാർത്ഥ തത്വം അറിഞ്ഞാൽ നമുക്ക് പിന്നെ സംശയം ലെവലേശം ഉണ്ടാവുകയില്ല. സുഗ്രീവനും ബാലിയും തമ്മിലുള്ള വൈര്യം നമുക്കറിയാം. അതിനുശേഷം സുഗ്രീവൻ ഭഗവാനുമായി സഖ്യം കൂടുന്നു. അങ്ങനെ ബാലിയോട് ചെന്ന് എതിരിടാൻ വേണ്ടി യുദ്ധത്തിന് പോർവിളിക്കുന്നു. ബാലി സുഗ്രീവനെ ഒരുപാട് ഉപദ്രവിച്ച് ജീവനും കൊണ്ട് തിരികെ രാമന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് ചോദിക്കുന്നു, എന്നെ കൊല്ലുവാൻ വേണ്ടിയാണോ ഭഗവാൻ അങ്ങയുടെ വാക്യം കേട്ട് ഞാൻ സത്യമാണെന്ന് ധരിച്ച് ഞാൻ ബാലിയോട് യുദ്ധത്തിനെതിരേറ്റത്? അങ്ങ് എന്നെ രക്ഷിക്കും, ബാലിയെ നിഗ്രഹിക്കും എന്നൊക്കെ എന്നോട് സത്യം ചെയ്തതല്ലേ? എന്നിട്ടും അങ്ങ് എന്നെ എങ്ങനെ കൊല്ലുവാൻ വേണ്ടി വിട്ടത് ശരിയാണോ എന്നൊക്കെയുള്ള ബാലിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള അതിഭയങ്കരമായ യുദ്ധമധ്യേ രണ്ടുപേരും നിണമണിഞ്ഞിങ്ങനെ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയും ഒന്നിനോടൊന്ന് യുദ്ധവീര്യം കാട്ടി പരസ്പരം ആഞ്ഞടിക്കുമ്പോൾ നിങ്ങളിൽ ആരാണ് ബാലിയെന്നോ സുഗ്രീവനെന്നോ ഒന്നൊന്നും എനിക്ക് നിശ്ചയം കാണുന്നില്ല. നിശ്ചയമായി കാണാൻ കഴിയാത്തത് കാരണം ഞാൻ അമ്പയക്കാഞ്ഞതാണ്, ബാലിയെ നിഗ്രഹിക്കാഞ്ഞതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. വീണ്ടും ഒരു അടയാളം ആയിട്ട് ലക്ഷ്മണനോട് പറയുന്നു, ബാലിയെ സുഗ്രീവനെ ഒരു ഹാരമണിയിക്കുക, അത് കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങ് പോയി ജ്യേഷ്ഠനോട് യുദ്ധത്തിന് കാഹളം മുഴക്കി യുദ്ധത്തിന് വിളിച്ചുകൊണ്ട് വരൂ, നിർണയമായി ഞാൻ അദ്ദേഹത്തിനെ വധിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞ വാക്കുകൾ, അതായത് രാമന്റെ വാക്കുകൾക്കൊരിക്കലും പിഴവ് സംഭവിക്കുകയില്ല, രാമവചനം അസത്യമായി വരികയില്ല, ധൈര്യമായി പൊക്കോളൂ എന്ന് പറഞ്ഞ് വീണ്ടും യുദ്ധകാഹളം മുഴക്കി എതിർത്ത് വിളിക്കുകയാണ്. കിഷ്കിന്ധയുടെ കവാടത്തിൽ ചെന്ന് നിന്നുകൊണ്ട് ആ കൊട്ടാരത്തിൻ്റെ സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കാഹളം കേട്ടിട്ട് ബാലി സടകുടഞ്ഞെഴുന്നേറ്റ് വീണ്ടും വരികയാണ്. ആദ്യം പരാജയപ്പെടുത്തി വിട്ടതാണ്, വീണ്ടും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വന്ന് വിളിച്ചപ്പോൾ എഴുന്നേറ്റ് യുദ്ധത്തിന് വേണ്ടി വർദ്ധിച്ച വീര്യത്തോടുകൂടി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയായ താര വളരെ സ്നേഹവതിയാണ്. പഞ്ചകന്യകമാരിൽ ഒരാളാണ് താര. ബാലിയും താരയും തമ്മിൽ വളരെ ബന്ധം. സുഗ്രീവന്റെ ഭാര്യയായ രുമയെ ബാലി സ്വന്തമാക്കുകയാണ് ചെയ്തത് തൻ്റെ. അപ്പോൾ ആ അതീവ സുന്ദരിയായ ആ താര ചെന്ന് ഭർത്താവിനെ വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി പറയാണ്, അങ്ങ് പോകരുത് യുദ്ധത്തിന്. കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടിട്ട് പോയ ആള് വീണ്ടും ശക്തനായി വന്ന് വീണ്ടും യുദ്ധത്തിന് വേണ്ടി കാഹളം മുഴക്കുമ്പോൾ അതിലൊരു ആപത്തൊളിഞ്ഞിരിക്കുന്നു എന്ന് ബുദ്ധിമതിയായ താര പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും അതിനകത്തിലൊരു കാര്യം ഉണ്ടാകും, അതുകൊണ്ടാണ് അങ്ങ് പോകരുത്, അങ്ങ് പോയാൽ അങ്ങക്ക് പരാജയം ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ബാലി പറയുന്നു, ഒരു ഉത്തമ പുരുഷനായ ശക്തനായ ഒരു പോരാളിയായ യോദ്ധാവായ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആൾ വന്ന് യുദ്ധത്തിന് വിളിക്കുമ്പോൾ അത് കൊട്ടാരത്തിന്റെ കതവൊക്കെ അടച്ചിട്ടിട്ട് അകത്ത് കയറിയിരുന്ന് ആ വെല്ലുവിളി സ്വീകരിക്കാതെ ഭീരുവിനെ പോലെ ഇരിക്കുന്നത് ശരിയാണോ താരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും താര പറയുകയാണ്, ഇവരുടെ മകനാണ് അങ്കദൻ ഇങ്ങനെ രാജ്യ സഞ്ചാരത്തിന് പോയ അവസരത്തിൽ
സുഗ്രീവനും ദശരഥപുത്രനായ രാമലക്ഷ്മണന്മാരും തമ്മിൽ സഖ്യമുണ്ടാക്കി, ഹനുമാന്റെ സാന്നിധ്യത്തിൽ സഖ്യമുണ്ടാക്കി സീതാദേവിയെ ലങ്കാധിപനിൽ നിന്ന് തിരികെ വീണ്ടെടുക്കുവാൻ വേണ്ടി അങ്ങയെ വധിച്ച് സഖ്യമുണ്ടാക്കി അവർ അങ്ങയുടെ രാജ്യം സുഗ്രീവന് നൽകുവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സുഗ്രീവനോട് സഖ്യമുണ്ടാക്കിയ കാര്യം അംഗദൻ വന്നെന്നോട് പറഞ്ഞു. ദശരഥ മഹാരാജാവിന്റെ പുത്രനായ ശ്രീരാമചന്ദ്രൻ ലോകപാലനാർത്ഥം ദുഷ്ടനിഗ്രഹാർത്ഥം ഭൂമിയിൽ അവതാരം ചെയ്ത ഈശ്വര ചൈതന്യമാണ് എന്നൊക്കെ ഇങ്ങനെ താര വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ബാലി ചോദിക്കുന്ന ഭാഗം തൊട്ട് വളരെ ശ്രദ്ധേയമാണ്. ബാലി പറയുന്നു, രാമൻ ലോക നന്മയ്ക്ക് വേണ്ടി ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഈശ്വരന്റെ അടുത്ത് അവതാരം ചെയ്ത് വന്ന ശ്രീരാമചന്ദ്രപ്രഭുവാണ് അയോധ്യാധിപനായ ദശരഥന്റെ മകനെന്ന് ഞാൻ കേട്ടറിഞ്ഞിരിക്കുന്നു, അല്ലയോ ദേവി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾ സത്യസന്ധന്മാർക്കും നീതിനിഷ്ഠന്മാർക്കും ന്യായം മാത്രം നൽകുന്ന ആളാണ് ശ്രീരാമചന്ദ്രപ്രഭു. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രപ്രഭുവായ ഈശ്വരനോട്, പരമാത്മാവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എനിക്കാണ് താരെ. അപ്പോൾ ഭക്തനായ എന്നെ എന്തിനാണ് ഭഗവാൻ വധിക്കുന്നത്? തന്നെയുമല്ല, ഒരു ഭക്തന്മാരിൽ തന്നെ ഭഗവാന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസമുണ്ടാകുകയില്ല, അന്യഭാവമുണ്ടാകുകയില്ല, ഭേദഭാവങ്ങളില്ല. എല്ലാവരെയും സമന്മാരായിട്ടാണ് തൻ്റെ ഭക്തരെ ഭഗവാൻ കാണുന്നത്. അപ്പോൾ എന്നെ ഒരിക്കലും രാമചന്ദ്രൻ നിഗ്രഹിക്കുകയില്ല. കാരണം എനിക്ക് പിന്നെയും പറയുന്നു, താരയോട് പറയുകയാണ്, എനിക്കാണ് സുഗ്രീവനേക്കാൾ ശക്തിയും ധാർഷ്ട്യവും എല്ലാ സൈന്യ സന്നാഹങ്ങളുമുള്ളത്. ലങ്കാധിപനായ രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയെ ശ്രീരാമചന്ദ്രപ്രഭുവിന് എന്നോട് സഖ്യം ചെയ്താൽ ഞാൻ നിമിഷങ്ങൾക്കകം കൊണ്ടു കൊടുക്കും. അത്രയും ശക്തനാണ് ഞാൻ. സുഗ്രീവനോ രാജ്യവും നഷ്ടപ്പെട്ട് സൈന്യങ്ങളും നഷ്ടപ്പെട്ട് സർവ അധികാരവും നഷ്ടപ്പെട്ട ഒരു വാനരനെ പോലെ ഋഷ്യമുഖാചലത്തിൽ വസിക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഭക്തനായ എന്നോടും ശക്തനായ എന്നോടും സഖ്യം ചെയ്യുന്നതല്ലേ ശ്രീരാമചന്ദ്രൻ ഉചിതമായിട്ടുള്ളത്. അപ്പോൾ എന്നെ അദ്ദേഹം കാണുമ്പോൾ എന്നെ കൊല്ലുവാനല്ല, ഞാൻ അദ്ദേഹത്തെ സഖ്യം ചെയ്ത് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്ന ആ ഒരു ധൈര്യത്തോടുകൂടി. അപ്പോൾ ബാലിക്ക് തൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ താൻ വളരെ സത്യസന്ധൻ, ഭക്തൻ, ന്യായം മാത്രം ചെയ്തവൻ എന്ന് തോന്നുകയാണ്. മായാബുദ്ധിയാലാണ് തോന്നുന്നത് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുക. അങ്ങനെ നോക്കുമ്പോൾ സത്യമാണ്, ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, ഞാൻ ശക്തനാണ്. ശ്രീരാമചന്ദ്രന് ലങ്കാധിപനെ വധിച്ച് സീതാദേവി വീണ്ടെടുക്കുവാൻ എന്നോളം ശക്തൻ വേറെ ആരുമില്ല. അപ്പോൾ എന്നോട് തന്നെ ആയിരിക്കും രാമൻ നേരിട്ട് കണ്ടാൽ സഖ്യമുറപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്താഗതികളോട് പറഞ്ഞ് താരയെ ശരീരത്തോട് ചേർത്ത് ഗാഠമായി ആലിംഗനം ചെയ്ത് പ്രേമഭാവേന അനുവാദം വാങ്ങുകയാണ് ബാലി ചെയ്യുന്നത്. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നു. ആ യുദ്ധമധ്യേ സുഗ്രീവൻ ഹാരമണിഞ്ഞാണ് നിൽക്കുന്നത്. ശക്തമായ പോരാട്ടം രണ്ടുപേരും തമ്മിൽ നടക്കുന്നു. ആ യുദ്ധത്തെക്കുറിച്ച് എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചാൽ നമ്മളും യുദ്ധം കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തികളാണോ അതോ യുദ്ധത്തിൽ നമ്മളും പങ്കെടുക്കുന്നോ എന്നൊക്കെ തോന്നിപ്പോകും. അത്ര മനോഹരമായ ചടുലമായ താളക്രമങ്ങളോടുകൂടിയുള്ള വാക്ചാതുരിയാണ് എഴുത്തച്ഛൻ്റെ. മലയാള ഭാഷയുടെ പിതാവെന്നല്ല, ഏതിലും വലിയ 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 സ്ഥാനമാനങ്ങളാണ് എഴുത്തച്ഛൻ്റെ ആ വാഗ്ധോരണിക്ക് വേണ്ടി നാം കൊടുക്കേണ്ടത്. എത്ര മനോഹരമായ പദങ്ങളിലൂടെയാണ് എഴുത്തച്ഛൻ ആ യുദ്ധത്തെയൊക്കെ വർണ്ണിക്കുന്നത്. അപ്പോൾ അങ്ങനെ യുദ്ധം നടക്കുന്നു. ഭഗവാൻ ഒളിഞ്ഞു നിന്ന് കണിക്കൊന്നയുടെ പുറകിൽ ഒളിഞ്ഞു നിന്നാണ് ബാലിയെ നിഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കൊന്ന മരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ബാലിയോട് നേരിട്ട് എതിരിട്ടാൽ ആ ശത്രുവിന്റെ ശക്തിയും ബാലിക്ക് ലഭിക്കും. അത് മനസ്സിലാക്കിയാണ് ഒളിഞ്ഞു നിന്ന് യുദ്ധം ചെയ്ത് ഒരമ്പ് കൊണ്ട് ബാലിയുടെ ഹൃദയം തകർക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൽ രാമശരമേറ്റ് ഒരു
പ്രപഞ്ചം മുഴുവൻ നടുങ്ങുമാറുള്ള ആ ഒരു ശബ്ദത്തോടുകൂടി, അലർച്ചയോടുകൂടി ആ ശക്തനായ ബാല് നിലം പതിക്കുമ്പോൾ ആ ഇരുണ്ട കണ്ണുകളിലേക്ക്, ആ പ്രകാശം മറയുന്ന കണ്ണുകളിൽ ചിമ്മി അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ വനമാല ചൂടി പീതാംബരധാരിയായി ജടാമകുടധാരിയായി ഒരു കയ്യിൽ അമ്പും മറ്റേ കയ്യിൽ വില്ലുമായി ഇങ്ങനെ 1000 സൂര്യന്മാരുടെ ശോഭയോടുകൂടി ശ്രീരാമചന്ദ്രൻ തന്റെ കണ്ണിന് മുൻപിൽ നിൽക്കുകയാണ്. മന്ദസ്മിതം തൂകിയാണ് നിൽക്കുന്നത്. ക്രൗര്യമായ മുഖത്തോടുകൂടിയല്ല, ആ മന്ദസ്മിതാഭശി ചൂടിയ സുന്ദരമായ ഗാത്രത്തോടുകൂടി ശ്രീരാമചന്ദ്രൻ വാളും വില്ലും അമ്പുമേന്തി നിൽക്കുന്ന ആ രൂപം തന്റെ കണ്ണിലിങ്ങനെ കാണുകയാണ് ബാലി. ആ അർദ്ധനിമീലിതമായ മിഴികളിലൂടെയാണ് കാണുന്നത്. തൊട്ടരികിൽ സുഗ്രീവനുമുണ്ട്, ലക്ഷ്മണകുമാരനുമുണ്ട്. അരികിലേക്ക് വരുന്ന അവരോട് മൂവരും അരികിലുണ്ട്. അപ്പോൾ ശ്രീരാമചന്ദ്രനോട് ബാലി ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമ്മൾ ഓരോരുത്തരും സംശയിക്കുന്ന കാര്യങ്ങളാണ് ബാലി ചോദിക്കുന്നത്. അപ്പോൾ ബാലി എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അങ്ങയോട് ഞാൻ എന്താണ് ചെയ്തത്? എന്ത് പിഴവ് ചെയ്തിട്ടുണ്ട്? എന്നെ എന്തിനാണ് അങ്ങ് വെറുതെ ഇങ്ങനെ കൊല ചെയ്തത്? അങ്ങ് ഒരു ചോരന്റെ ധർമ്മമല്ലേ ആചരിച്ചത്? ചോരൻ എന്ന് വെച്ചാൽ കള്ളൻ, എന്നുവെച്ചാൽ മറഞ്ഞിരുന്ന് അമ്പെയ്ത ആ ഒരു ധർമ്മമല്ലേ അങ്ങ് പാലിച്ചത്? അത് രാജധർമ്മത്തിന് അനുകൂലമാണോ? അങ്ങക്ക് എന്നെ വധിച്ചപ്പോൾ എന്ത് കീർത്തിയാണ് അങ്ങക്ക് ലഭിച്ചത്? അങ്ങ് ഒരു വീരധർമ്മം നിരൂപിച്ച് അങ്ങ് ഒരു വീരനായി മാറുന്ന എന്തെങ്കിലും കീർത്തി അങ്ങക്ക് ലഭിക്കണമെങ്കിൽ എന്നോട് നേരെ പൊരുതി വിജയിക്കണമായിരുന്നു. അപ്പോൾ അതിന് കഴിയാതെ അങ്ങ് വിളിച്ച് യുദ്ധം ചെയ്ത് എന്നെ കൊലപ്പെടുത്തിയപ്പോൾ അങ്ങക്ക് എന്ത് കീർത്തി ലഭിക്കാനാണ്? അങ്ങയുടെ പത്നിയെ രാക്ഷസകുലേശ്വരൻ കൊണ്ടുപോയതിന് വേണ്ടിയല്ലേ അങ്ങ് സുഗ്രീവനോട് സഖ്യം ചെയ്തത്? അങ്ങ് എന്റെ ആ വിക്രമം ഈ ത്രിലോകത്തിലും ആരാണ് എന്റെ ആ പരാക്രമം അറിയാതെയുള്ളത്? എന്റെ വീരനായ എന്റെ ആ ബാഹുക്കളുടെ, എന്റെ കൈയുടെ പരാക്രമം അങ്ങ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലങ്കാപുരത്തെയും ആ ത്രികുടമൂലത്തെയും ഒന്നടങ്കം ഞാൻ യാതൊരു ശങ്കയും കൂടാതെ ദശാസ്യനോടുകൂടി, രാവണനോടുകൂടി ഇവിടെ അങ്ങയുടെ മുന്നിൽ ഞാൻ ബന്ധിച്ച് അരനാഴിക കൊണ്ട് കൊണ്ടുവന്ന് വെക്കില്ലായിരുന്നോ? അങ്ങ് ധർമ്മിഷ്ഠൻ എന്ന് അങ്ങ് ലോകത്തിൽ ഭാവിക്കുന്നു എങ്കിൽ, അങ്ങ് നിർമ്മലനാണെന്ന് പറയുന്നു എങ്കിൽ എന്ത് ധർമ്മമാണ് എന്നെ കൊന്നതുകൊണ്ട് അങ്ങക്ക് ലഭിച്ചത്? ഇതൊരു കാട്ടാളന്റെ ധർമ്മമല്ലേ? ഒളിച്ചിരുന്ന് ഒരു ഭക്തനെ കൊല്ലുക, അല്ലെങ്കിൽ ആ ആൾ ആരാണെന്നറിയാതെ അവരെ ഉപദ്രവിക്കുക എന്നൊരു കാട്ടാള ധർമ്മമല്ലേ അങ്ങ് പാലിച്ചത്? ഇങ്ങനെ അതോ എന്നെ കൊന്ന് അങ്ങക്ക് ഭക്ഷിക്കണമോ? വാനരന്മാരുടെ മാംസം ഭക്ഷ്യയോഗ്യമല്ലെന്ന് അങ്ങക്ക് അറിയില്ലേ? ഇങ്ങനെയുള്ള മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം ആ മരണവുമായി മുഖാമുഖം കണ്ട് നിലത്ത് കിടക്കുന്ന ബാലി ഭഗവാനോട് ചോദിക്കുകയാണ്. ഇതൊക്കെ നമുക്കും ചോദിക്കാനുള്ള ചോദ്യങ്ങളല്ലേ? രാമായണത്തിൽ ശ്രീരാമചന്ദ്രപ്രഭു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ശക്തനായ ബാലിയെ, ഭക്തനായ ബാലിയെ ഒക്കെ ചെയ്തത് എന്താണെന്ന് നമുക്കും തോന്നും. പക്ഷേ ഭഗവാൻ സന്തോഷത്തോടുകൂടി ബാലിയുടെ സമീപത്ത് നിന്ന് സംസാരിക്കുന്നതും കൂടെ നമുക്ക് കേൾക്കണം, നമ്മൾ അറിയണം. നിന്നെ വധിച്ചത് ഞാൻ എന്തുകൊണ്ടാണെന്നറിയാമോ? മോഹനിബദ്ധനായിട്ട് നീ ഒന്നും അറിയാതെ നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കൊണ്ടാണ്. നീ ഭക്തനാകാം, പക്ഷെയോ നീ മോഹം നിമിത്തം മായാബന്ധിതത്തിൽ ഏതൊരാൾ അകപ്പെടുന്നോ അവൻ മോഹത്തിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. ആ മോഹം കൊണ്ട് നീ ചെയ്തു കൂട്ടിയ അധർമ്മത്തെ നീ മറന്നു പോകുന്നു. നിന്റെ അനുജന്റെ ഭാര്യ എന്ന് വെച്ചാൽ നിന്റെ മകളാണ്. ആ മകളെയാണ് നീ സ്വന്തം ഭാര്യയായിട്ട് കരുതിയത്. അത് തന്നെ വേദശാസ്ത്രങ്ങളിൽ എവിടെയും അത് അന്യായമായി തന്നെയല്ലേ പറയുന്നത്? വേദമാണ് നമ്മുടെ ന്യായ പ്രമാണം, സനാതനധർമ്മത്തിന്റെ. ആ ന്യായ പ്രമാണം വെച്ച് നോക്കുമ്പോൾ നീ ചെയ്തത് വളരെ തെറ്റായ കാര്യമാണ്. അനുജനെ രാജ്യഭ്രഷ്ടനാക്കിയപ്പോൾ അനുജന്റെ ഭാര്യയെയും അവന് വിട്ടുകൊടുക്കണമായിരുന്നു. അപ്പോൾ ആ അനുജനെ രാജ്യത്തു നിന്നും അടിച്ചോടിച്ച് ആരുമില്ലാതെ ഒറ്റയ്ക്ക് വിടുകയും അവന്റെ ഭാര്യ, സുന്ദരിയായ അവന്റെ ഭാര്യയെ സ്വന്തമാക്കുകയും ചെയ്തതോളം വലിയ തെറ്റ് വേറെ എന്തുണ്ട്? നീ കരുതി നീ വലിയ ധർമ്മിഷ്ഠനും സത്യസന്ധനും
ഭക്തനുമാണെന്ന്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഭഗവാൻ ഇവിടെ വെളിവാക്കി കൊടുക്കുന്നത്. ബാലി പറഞ്ഞ് എന്നോളം ഭക്തി, എന്നോളം സ്നേഹം രാമചന്ദ്രപ്രഭുവിനോട് വേറെ ആർക്കുമില്ല എന്ന്. നമ്മൾ ഓരോരുത്തരും കരുതും നമ്മൾ എത്ര ഭക്തരാണ് ഭഗവാനെ ഞാൻ നിരന്തരം വിളിക്കുന്നു, നിത്യേന പൂജിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നാമങ്ങൾ ജപിക്കുന്നു, ഭഗവത് ദർശനങ്ങളൊക്കെ നടത്തുന്നു, തപശ്ചര്യകൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു, പാരായണങ്ങളും സത്സംഗങ്ങളിലും എല്ലാം ഏർപ്പെടുന്നു. എന്നോളം ഭക്തി മറ്റാർക്കുമില്ല. നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളവരും നമ്മളുടെ സാന്തത സഹചാരികളും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കരുതും നമ്മളാണ് ഏറ്റവും വലിയ ഭക്തരെന്ന്, അല്ലേ? പക്ഷെ നമ്മൾ ഭക്തരാണ്, പക്ഷെ മായാമോഹങ്ങളിൽ മായാബന്ധത്തിൽ തന്നെയാണ് നമ്മൾ ഭക്തരാണെങ്കിലും ജീവിക്കുന്നത്. അപ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ, ഈ മായ ബന്ധിച്ചുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ നീതിയാണോ അനീതിയാണോ എന്നുള്ള വിചിന്തനം നമ്മൾ നടത്തുന്നില്ല. നമ്മൾ കരുതും ആത്യന്തികമായ ഭക്തിയുള്ള നമ്മൾക്ക് ഭഗവാൻ അതെല്ലാം അംഗീകരിച്ചു തരുമെന്ന്. നമ്മൾ ചെയ്യുന്നതെല്ലാം ന്യായമാണെന്ന് നമുക്ക് തോന്നും. അതുതന്നെയാണ് ഇവിടെ ബാലിക്കും സംഭവിച്ചത്. ബാലി ഭഗവാന്റെ ഭക്തനാണ്, ഭഗവാനെ നിത്യം ആചരിക്കുന്നു, പൂജിക്കുന്ന ആളാണ്. പക്ഷെ ബാലി ചെയ്ത അധർമ്മം മായാമോഹത്തിൽപ്പെട്ട്, മോഹവലയത്തിൽപ്പെട്ട് തൻ്റെതല്ലാത്ത, തനിക്ക് സ്വന്തമാക്കാൻ പാടില്ലാത്ത കാര്യത്തെയാണ് അവിടെ സ്വന്തമാക്കുന്നത്. ഇത് തന്നെയല്ലേ രാവണനും സംഭവിച്ചത്? രാവണൻ സാക്ഷാൽ ലക്ഷ്മി ദേവിയെയാണ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത്. അതാണ് രാവണന്റെ വിനാശത്തിന് കാരണമായതും. അത് ഞാൻ കഴിഞ്ഞ ദിവസം രാവണന്റെ തത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഭഗവാൻ ആ തത്വമാണ് ഇവിടെ ബാലിയെ മരണാസന്നനായി കിടക്കുന്ന, നിമിഷങ്ങൾക്കുള്ളിൽ മരണത്തിലേക്ക് കടന്നു പോകുന്ന ബാലിയുടെ ചെവികളിലേക്ക് ഓതുന്ന ധർമ്മ തത്വമാണത്. എന്തായിരുന്നു ബാലി ചെയ്ത അധർമ്മം? എത്ര ഭക്തനാണെങ്കിലും അതിൽ അടിഞ്ഞിരിക്കുന്ന ആ ഭക്തന് പൂർണ്ണമായ മോക്ഷം ലഭിച്ചിട്ട് ആ പരമമായ ആ കൈവല്യ പദം പ്രാപിക്കണമെങ്കിൽ അവന്റെ ഉള്ളിലെ അവസാനത്തെ അധർമ്മവും അനീതിയും ഇല്ലായ്മ ചെയ്താലേ എന്റെ സാരൂപ്യം നിനക്ക് ലഭിക്കൂ എന്ന് ഭഗവാൻ ബാലി വധത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ബാലിക്കും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിന്റെ മനസ്സിന്റെ താമസഭാവം, ആ ഇരുട്ട് അകന്നിട്ട് ഭക്തിപൂർവം എന്നെ നമസ്കരിച്ച് നിന്റെ അപരാധം ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നീ വ്യക്തിയാണ് നമ്മുടെ മനസ്സിലെ അന്ധകാരം നീക്കി ഭക്തിയോടെ ഭഗവാന്റെ പാദം വണങ്ങുന്ന അവർക്കാണ് പുണ്യമായ ആ ഭഗവത് ദർശനം ലഭിച്ച് അവർ സാരൂപ്യ മോക്ഷം പ്രാപിക്കുന്നത്. അപ്പോൾ ആ ചിത്തവിശുദ്ധി സംഭവിക്കുവാൻ വേണ്ടി എല്ലാം ചെയ്ത പാപം അകന്നുപോയി ചിത്തവിശുദ്ധി സംഭവിക്കുവാൻ വേണ്ടിയാണ് ലോകവിശുദ്ധിക്ക് വേണ്ടി ഇറങ്ങി വില്ലും അമ്പുമായി നടന്ന ലോകപാലകനായ നിന്നെ ഞാൻ വധിച്ചത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു രൂപത്തിൽ രാമചന്ദ്രനായി ഉത്ഭവിച്ചതിന്റെ തന്നെ, അവതരിച്ചതിന്റെ തന്നെ കാരണം എന്താണ്? ലോക നന്മ, ലോകഹിതാർത്ഥ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ആയുധപാണിയായി നടക്കുന്നത്. അപ്പോൾ അധർമ്മം എവിടെയുണ്ടോ അതിനെ എനിക്ക് ഇല്ലായ്മ ചെയ്യാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതെന്റെ ഭക്തനായാലും ഭക്തി ഇല്ലാത്തവനായാലും അധർമ്മികളെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ സംരക്ഷിക്കുവാനാണ് ഞാൻ ഈ ആയുധങ്ങളുമേന്തി നടക്കുന്നത്. അതുകൊണ്ട് നിന്റെ അന്ധകാരം നിറഞ്ഞ മനസ്സുകൊണ്ട് നീ ചെയ്ത പാപം മനസ്സിലാക്കിയിട്ട് നീ ഒരു ഭക്തനായതുകൊണ്ടാണ് ഞാൻ തന്നെ നിന്നെ വധിക്കുവാനുള്ള അവസരം ഉണ്ടായത്. എന്റെ രാമശരമേറ്റു മരിക്കുന്ന നീ എന്നെ കണ്ടുകൊണ്ട് അന്ത്യം സംഭവിക്കുന്ന നിനക്ക് എന്റെ പത്മപാദങ്ങളിൽ തന്നെയാണ് വന്നണയാനുള്ള സാഹചര്യം. നീ അത് പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പുണ്യമാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. നിന്നിലുള്ള അവസാനത്തെ അധർമ്മവും ഇല്ലാതാക്കി നിന്നെ ശുദ്ധ സ്ഫടികമായ ആ യഥാർത്ഥ മുക്തി പദത്തിലെത്തിക്കുകയാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ നീ ഭക്തനാണെന്ന ഭാവത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ബോധത്തിൽ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്ത് ഒരിക്കലും നിനക്കൊരു സാരൂപ്യം ഉണ്ടാവുകയില്ല, ഒരു മോക്ഷം ഉണ്ടാവുകയില്ല. അത് നിനക്ക് ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ നിന്റെ അന്ത്യം സംഭവിക്കുകയും എന്റെ കൺമുന്നിൽ, അതായത് നിന്റെ കൺമുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ തന്നെ എന്നെ കണ്ടുകൊണ്ട് നീ മരണം വരിക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് എന്നിലേക്ക് വന്ന് അണയുവാനുള്ള മാർഗമാണ് ഞാൻ തുറന്നു തന്നത് എന്ന് പറയുന്ന കേട്ടപ്പോൾ ബാലി ഭഗവാനോട് ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം അങ്ങ് മനസ്സോടെ ക്ഷമിക്കണമേ,
അങ്ങയുടെ ഈ തിരുമേനിയും ആ ശരീരവും കണ്ട് ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നതിനുള്ള യോഗം എനിക്ക് വന്നല്ലോ. അത് തന്നെ എൻ്റെ ഭാഗ്യം. സാക്ഷാൽ മഹായോഗികൾക്ക് പോലും അങ്ങയെ കണ്ടുകൊണ്ട് മരിക്കുവാനുള്ള, അങ്ങയുടെ കൈകൊണ്ട് ശരീരം നഷ്ടപ്പെടുവാനുള്ള അവസരം ദുർലഭമാണല്ലോ. അങ്ങയുടെ ഈ മോക്ഷപ്രദമായ ഈ ദർശനം, അങ്ങയുടെ തിരുനാമം ജപിച്ചാൽ തന്നെ മോക്ഷം. അപ്പോൾ അങ്ങയുടെ രൂപം കണ്ടുകൊണ്ട് അങ്ങയുടെ കൈകൾ കൊണ്ട് മരിക്കാൻ എനിക്ക് ആ ഒരു അവസരം തന്നത് എത്രയോ മോക്ഷപ്രദമാണ്. ഞാൻ അറിയാതെ ചെയ്ത പാപങ്ങളും പറഞ്ഞ വാക്കുകളും എല്ലാം പൊറുക്കണേ ഭഗവാനെ. ഈ ശരം അങ്ങയുടെ കൈകൾ കൊണ്ട് ഊരിയതിന് ശേഷം എൻ്റെ ശരീരത്തെ മന്ദം തലോടി തരൂ എന്ന് പറഞ്ഞത് കേട്ട് ശ്രീരാമചന്ദ്രപ്രഭു അങ്ങനെ തന്നെ ചെയ്യുന്നു. ആ ശരീരത്തെ തടവി കൊടുത്തുകൊണ്ട് ആ ബാലിയുടെ ജീവൻ ഭഗവാന്റെ പത്മപാദങ്ങളിലേക്ക് 1000 സൂര്യകോടി പ്രഭയോടുകൂടി ലയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് മറ്റ് വാനരന്മാര്, യുദ്ധസന്നദ്ധരായി നിന്ന വാനരന്മാർ ഭയന്നോടി കൊട്ടാരത്തിനകത്തിലെത്തി താരയോട് പറയുകയാണ്, താരാദേവിയോട്, ശ്രീരാമചന്ദ്രന്റെ അമ്പേറ്റ് സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിലേക്ക് അത്രയും ഉയർന്ന് ആ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്നു ആ സൂര്യകോടി പ്രഭയിൽ. അങ്ങനെ പൂർണമായ മോക്ഷം കിട്ടി ബാലിക്ക് എന്ന് താരയോട് വന്ന് മറ്റു വാനരന്മാർ പറയുമ്പോൾ, എന്നിട്ട് ഈ അടുത്ത അങ്ങയുടെ മകനായ അംഗദനെ, കുമാരനെ രാജ്യാഭിഷേകം ചെയ്യണമെന്നും എല്ലാ 4 വശത്തുമുള്ള രാജ്യത്തിന്റെ പ്രവേശന കവാടങ്ങൾ ഇപ്പോൾ തന്നെ കരുതലോടെ ബന്ധിക്കണമെന്നും, രാജാവ് നഷ്ടപ്പെട്ട രാജ്യമല്ലേ, അപ്പോൾ എന്തും അയൽ രാജ്യക്കാർക്ക് അവിടെ പെട്ടെന്ന് കടന്നു വരാം, വന്ന് രാജ്യം സ്വന്തമാക്കാം, രാജാവില്ലാത്ത നാഥനില്ലാത്ത രാജ്യമായി മാറിപ്പോകാതിരിക്കാൻ അടുത്ത രാജകുമാരനായ അംഗദനെ സ്ഥാനാരോഹണം ചെയ്യിക്കണമെന്നും ഒക്കെ താരയോട് പറയുമ്പോൾ, താര വളരെ വിഷമത്തോടു കൂടി തളർന്നു വീണിട്ട് ചോദിക്കുകയാണ്, എനിക്ക് എന്തിനാണ് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ട, എനിക്ക് എന്തിനാണ് രാജ്യവും, എന്തിനാണ് ഇനി എൻ്റെ മകനും രാജ്യവും എല്ലാം, മകനും എന്തിനാണ് രാജ്യവും എന്തിനാണെന്നാണ് താര ചോദിക്കുന്നത്. ഇതൊക്കെ എനിക്ക് എന്തിനു വേണ്ടിയാണ്, എനിക്ക് വേണ്ടത് എന്താണ്, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിതമാണ്. അവിടെ താരയും മോഹങ്ങളിൽ മാത്രം മയങ്ങി ജീവിച്ചു പോകുന്ന വ്യക്തിയാണ്. അതാണ് അവിടെ നോക്കേണ്ടത്. ഇപ്പോൾ ബാലിയെ പരമമായ സത്യത്തിലേക്ക്, മോക്ഷത്തിലേക്ക് എത്തിച്ചു. ഇനിയുള്ളത് താരയാണ്. ഇനിയും അടുത്ത ആ രാജ്യത്തിന് അവകാശിയായി സുഗ്രീവനും താരയും അംഗദനുമൊക്കെയാണ് അവിടെ വാഴേണ്ടത്. അപ്പോൾ രാമരാജ്യമാണ് ഇനി അവിടെ സ്ഥാപിക്കപ്പെടേണ്ടത്. അപ്പോൾ ഭഗവാനായിട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തിക്ക് അവർക്ക് കൊടുക്കുന്ന, ഭഗവാൻ കൊടുത്ത ദാനം കൊടുത്ത ആ ജീവിതവും സിംഹാസനവും രാജ്യവും ഒക്കെ രാമരാജ്യമായി സമാധാനത്തിന്റെ സന്ദേശവാഹകരായി എല്ലാ കാലവും നിലനിൽക്കണം ആ രാജ്യം. അതിനുവേണ്ടി ഭഗവാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീരാമ പാദങ്ങളിൽ വന്ന് വീഴുന്ന താരയോട് ചെയ്യുന്ന ഉപദേശം, താരോപദേശം, താരയെ മോഹത്തിൽ നിന്നും ഈ മായാവലയത്തിൽ നിന്നും മോചിപ്പിച്ച് എന്താണ് സത്യം, എന്താണ് യഥാർത്ഥ ജീവിതം, ഇവിടെ ഇതുവരെയും താര അനുഭവിച്ചത് എന്താണ്, ഇനിയുമുള്ള ജീവിതം, അനുഭവിക്കേണ്ട ജീവിതം എന്താണെന്നുള്ള വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് താര ഉപദേശത്തിലൂടെ. ഇത് തൊട്ടടുത്ത് നിൽക്കുന്ന സുഗ്രീവനും കേൾക്കുകയാണ്. അങ്ങനെ സുഗ്രീവനും മായാബന്ധത്തിൽ നിന്ന് മോചിതനായി, താരയും മായാബന്ധത്തിൽ നിന്ന് മോചിതയാവുകയാണ്. അവരൊരു പുതിയ വ്യക്തികളായി മാറുകയാണ്. ഭഗവാനിലേക്ക് നമ്മൾ വന്ന് ഭഗവാൻ നമ്മളെ പൂർണ്ണമായ ദർശനം തന്ന്, നീ ഇതുവരെ ആയിരുന്നതല്ല എന്ന് കാണിച്ചു കൊടുത്ത് ഭഗവാന്റെ വാക്കുകളിലൂടെ തന്നെ മോക്ഷം, ഭഗവാന്റെ വാക്കുകളിലൂടെ ജന്മമുക്തി നേടുകയാണ് താര അവിടെ ചെയ്തത്. ഇതുവരെയും ജീവിതമായിരുന്നു നയിച്ചിരുന്നത്, ഭൂമിയിലെ മായ ജീവിതം. അതിൽ നിന്നും മുക്തി നേടി, അതിനാണ് ജന്മമുക്തി എന്ന് പറയുന്നത്. അല്ല മരിക്കുന്നതിനെ അല്ല ജന്മമുക്തി. മരിച്ചാലും ആർക്കാണ് ജന്മമുക്തി ലഭിക്കുന്നത്? ആർക്കും ലഭിക്കുന്നില്ല. ഭഗവത് പാദത്തിൽ അണയുന്നവർക്ക് ജന്മമുക്തി ലഭിക്കുന്നുള്ളൂ. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താര എന്ന സ്ത്രീക്ക്, ആ സ്ത്രീ രത്നത്തിന്, വെറും സ്ത്രീ എന്നല്ല വരെ പറയേണ്ട, സ്ത്രീ രത്നത്തിന്, അതായത് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ആ നാവിലൂടെ ലഭിക്കുന്ന വചനങ്ങൾ ഗ്രഹിച്ച്
ആണ് ജീവൻ മുക്തി, ജന്മമുക്തി ലഭിക്കുന്നത്. അതിനുശേഷം താരയും സുഗ്രീവനും തമ്മിൽ അവിടെ ജീവിക്കുമ്പോൾ സുഗ്രീവനും ഇതേ മുക്തി ലഭിക്കുകയാണ് ചെയ്യുന്നത്. അവർ അവരുടെ ജീവിതം, ഭൗതിക ജീവിതം നയിക്കുന്നു എങ്കിലും അവരിൽ ഇരിക്കുന്ന ജീവൻ മുക്തമായിട്ടുള്ള ആത്മാവാണ്. അപ്പോൾ ഭോഗങ്ങളിലേക്കും അങ്ങനെയുള്ള ഭൗതിക മായാമോഹങ്ങളിലേക്കും അവർ ചെന്ന് പെടാതെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം, സമതുലിതമായ ഭക്തിയിൽ, ആത്മീയതയും ഭക്തിയും ലൗകികതയും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് പിന്നീട് അവർ നയിക്കുന്നത്. അതാണ് ശ്രീരാമചന്ദ്രനാൽ നിയോഗിക്കപ്പെട്ട രാമരാജ്യം. എല്ലാം സമാധാനത്തോടെയും സന്തോഷത്തോടെയും അവനവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോവുക. അതിനു മുമ്പ് ബാലിയും താരയും മായാബന്ധിതരായി മോഹവലയത്തിൽപ്പെട്ട് എത്ര ജീവിച്ചാലും ആ മോഹം തീരാതെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഇതൊന്നുമല്ല ജീവിതം, ശരീരമല്ല. ഓടി വരുന്ന താര ഭഗവാനോട് ചോദിക്കുന്നു, എന്നെയും കൂടി ഒരു ശരം ഇതങ്ങ് കൊന്നുകൂടായോ ഭഗവാനെ? അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനൊപ്പം ഞാനും മരിക്കുകയാണെങ്കിൽ അങ്ങയുടെ കൈകൊണ്ട് മരിച്ചാൽ അങ്ങ് കന്യാദാനം ചെയ്ത ഫലമാണ്, പുണ്യമാണ് അങ്ങക്ക് ലഭിക്കുന്നത്. എന്തിനാണ് എന്നെ മാത്രം ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് അലമുറയിട്ട് കരയുന്ന താരയോട് ഭഗവാൻ ചോദിക്കുന്നു, നിന്റെ ഭർത്താവ് നിന്റെ ശരീരമായിരുന്നോ? നീ ഭർത്താവെന്ന് കരുതിയിരുന്നത് ആ ശരീരത്തെയാണോ, അതോ ആ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആ ജീവനെ നിലനിർത്തുന്ന, ആ പ്രാണനെ നിലനിർത്തുന്ന ആത്മാവിനെയാണോ നീ ഭർത്താവായി കരുതിയത്? ആ ശരീരമായിരുന്നോ നിന്റെ ഭർത്താവ് എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ കരയുന്നത്? ഭർത്താവിൽ നീ എന്തിനു കരയുന്നു? നീ കരയുന്നതിനെങ്ങും യാതൊരു ബന്ധവുമില്ല, യാതൊരു കാരണവുമില്ല. പഞ്ചഭൂതാത്മകമായ ഈ പ്രകൃതിയിൽ ജീവിക്കുവാൻ വേണ്ടി തയ്യാറെടുത്ത വെറും ഒരു ശരീരത്തിനെ ചൊല്ലിയാണ് ആ ശരീരം നഷ്ടപ്പെട്ടപ്പോൾ നീ കരയുന്നതെങ്കിൽ ആ ശരീരം മാത്രമായിരുന്നോ നിന്റെ ഭർത്താവ് എന്ന് ഭഗവാൻ ചോദിക്കുന്നു. അപ്പോൾ ആ ശരീരത്തിനുള്ളിലിരിക്കുന്ന ഈ ആകാശത്തിലേക്ക്, അനന്തവികായസിലേക്ക് ലയിക്കുന്ന ആ മോക്ഷപദമായിട്ടുള്ള പുണ്യമായിട്ടുള്ള ആത്മാവാണ്, പരമാത്മ ചൈതന്യമായിരുന്നു നിന്റെ ഈ ഭർത്താവിന്റെ ശരീരത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോഴും നിലനിൽക്കുന്നു, എപ്പോഴും നിലനിൽക്കുന്നു, അതിനൊരു നാശവും സംഭവിക്കുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നഷ്ടപ്പെട്ട് കിടക്കുന്ന പഞ്ചഭൂതാത്മകമായ നശിച്ചു പോകാവുന്ന കൃമിയും കാഷ്ടവും ഒക്കെയായിട്ട് മാറാവുന്ന ഈ ശരീരത്തിനെ ചൊല്ലിയാണോ നീ കരയുന്നത് എന്ന് താരയോട് ചോദിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ താര ചോദിക്കുന്നു, പിന്നെ ഈ ഭൂമിയിലെ സ്നേഹം, മോഹം, ഇതൊക്കെ എന്താണ് ഭഗവാനെ? ഈ ശരീരം പ്രധാനമല്ലെങ്കിൽ പിന്നെ ഇതുവരെ എന്നോട് കാണിച്ചിരുന്ന സ്നേഹം, ഞാൻ കൊടുത്ത ആ സ്നേഹവും പ്രേമവും ഒക്കെ, ഇതൊക്കെ പിന്നെ ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത്? പിന്നെ എവിടെയാണ് ഇതൊക്കെ? ശരീരമല്ലെങ്കിൽ പിന്നെ എന്താണ് ഇത്? നമുക്കും സംശയം വരുന്ന കാര്യമാണ് അല്ലേ? നമ്മളും ആത്മീയമായ തലത്തിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് എത്തുമ്പോൾ, യഥാർത്ഥ തത്വത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, നാം ദേഹമല്ല ആത്മാവാണ് എന്നുള്ള ബോധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കും തോന്നും, പിന്നെ നാം ഇത്രയും നാൾ നമ്മെ സ്നേഹിക്കുകയും നാം സ്നേഹിക്കുകയൊക്കെ ചെയ്തിരുന്ന ആരെയാണ്? ശരീരത്തെ അല്ലേ? അതിരിക്കുന്ന ആത്മാവിനെ ചുഴഞ്ഞെടുത്ത് അതിനെയായിരുന്നു നാം സ്നേഹിച്ചിരുന്നത്. ആരും ആത്മാവിനെ കാണുന്നില്ലല്ലോ. പക്ഷെ നമ്മുടെ ശരീരത്തെ അല്ലേ, രൂപത്തെ അല്ലേ കാണുന്നുള്ളൂ. ആ രൂപത്തെ അല്ലേ പരസ്പരം എല്ലാവരും സ്നേഹിക്കുകയും ഒരേ അംഗീകരിക്കുകയും ഒരേ പദവിയിലിരിക്കുകയും സമൂഹത്തിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നാം ആത്മാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആ സംശയത്തിന് ഭഗവാൻ പറയുന്നു, നമ്മുടെ ചിത്തം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന, പുറത്തുനിന്ന് നേടുന്ന ആ അനുഭവങ്ങളെ നമ്മുടെ ചിത്തത്തിൽ ക്രോഡീകരിക്കുന്നു. പുറമേ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങളെ നമ്മുടെ ചിത്തത്തിൽ ക്രോഡീകരിക്കുന്നത് ഞാൻ മുൻപും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരത്തിൻ്റെയൊക്കെ, കാരണശരീരത്തിൻ്റെയൊക്കെ ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊക്കെ വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഭഗവാൻ ഇവിടെ താരാദേവിക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ വീണ്ടും ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്തു പറയുന്നു. ഞാൻ മുൻപ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് താരോപദേശത്തിൽ ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിത്തത്തിലേക്ക് ഈ കാര്യങ്ങളെ ക്രോഡീകരിക്കുമ്പോൾ അത് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിലേക്ക് ചിത്തം അതിനെ സന്നിവേശിപ്പിച്ചിട്ടാണ് നമ്മൾ അതിനനുസരിച്ച് ഈ പുറത്തുനിന്ന് കിട്ടുന്ന സംജ്ഞകളനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കർമ്മേന്ദ്രിയങ്ങളിലൂടെ.
അപ്പോൾ കാണാനുള്ള ആഗ്രഹം, ചെയ്യുവാനുള്ള ആഗ്രഹം, പറയുവാനുള്ള ആഗ്രഹം, ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളിലൊക്കെ ഇരിക്കുവാനുള്ള ആഗ്രഹം, എന്തും ചെയ്യുവാൻ. നമുക്ക് സമ്പത്തിന് വേണ്ടി പലതും ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമ്പത്തികമായ ഉന്നമനത്തിന് ജോലിക്കൊക്കെ വേണ്ടി എന്തും ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെയും സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആരോടൊക്കെയോ ബന്ധപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക് സംവദിക്കുന്ന, ചിത്തത്തിലേക്ക് സംവദിക്കുന്ന കാര്യങ്ങളെ ചിത്തം കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യമാണ് ഇതൊക്കെ ചെയ്യാനുള്ള എനർജി കൊടുക്കുന്നത്. അപ്പോൾ ഈ ആത്മചൈതന്യവും ഈ ചിത്തവും തമ്മിൽ അങ്ങ് ഭയങ്കര പ്രേമത്തിലായിപ്പോവും. രണ്ടും വേർപിരിയാത്തൊരു ബന്ധത്തിലായിപ്പോവും. അങ്ങനെ നിന്നാലേ ഇതെല്ലാം ഒരുപോലെ നടക്കുകയുള്ളൂ. ആ അവസരത്തിൽ നാം സ്നേഹിക്കുന്ന, അല്ലെ നാം കാണുന്ന സ്ഥൂല രൂപവും അതിനുള്ളിലിരിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള, കാണാൻ കഴിയാത്ത അതീന്ദ്രിയമായിട്ടുള്ള പ്രപഞ്ച ശക്തിയും തമ്മിൽ ലയിക്കുമ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി ജീവനോടെ ഇരിക്കുമ്പോൾ നാം അതിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് എപ്പോഴാണോ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്, അപ്പോൾ അത് വെറും ജഡമായി മാറുകയാണ്. ആ ജഡമായിട്ടുള്ള ആ ശരീരത്തെ നാം ഒരു മരണം കഴിഞ്ഞിട്ട് അതിന്റെ അത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെ വെച്ചുകൊണ്ടിരിക്കുവോ? പിന്നെ നമ്മൾ ആ ജഡത്തെ സ്നേഹിക്കുവോ? എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അതിന്റെ ഒരു സമയം കഴിഞ്ഞാൽ, ആ ജഡത്തിന്റെ ആ ഒരു അവസ്ഥ കഴിഞ്ഞാൽ, അതിന് മോശമായിട്ടുള്ള സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്നേഹിക്കാൻ തുടങ്ങുമോ? ഇല്ല. ആ ഒരു പരമാർത്ഥ സത്യമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആത്മചൈതന്യവും ഇതിലിരിക്കുന്ന ചിത്തവും എല്ലാം കൂടെ ഒരേപോലെ ചില അവസരങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു, ഇത് വേണമെന്ന് സപ്പോർട്ട് കൊടുത്ത്. ആ സമയത്താണ് നമ്മൾ മോഹത്തിൽ, മായയിൽപ്പെട്ട് നമ്മൾ പരസ്പരം എല്ലാ വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധത്തിൽ ഏർപ്പെടുന്നത്, സന്തോഷത്തിൽ ഏർപ്പെടുന്നത്, സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് ഭഗവാനാകുന്ന ആ പരമാത്മ ചൈതന്യം വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് മറ്റു പ്രാണികളൊക്കെ വസിക്കുന്ന ഒരു ശരീരം, ഒരു ജഡമല്ലേ, നിർജീവമല്ലേ, അതിനെ ആരെങ്കിലും സ്നേഹിക്കുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ നീ സ്നേഹിച്ചത് ആരെയായിരുന്നു? നിന്റെ ഈ കിടക്കുന്ന ഈ ശരീരമാകുന്ന നിന്റെ ഭർത്താവിനെയായിരുന്നു, അതിലിരുന്ന എന്നെയായിരുന്നു നീ സ്നേഹിച്ചത്? ഭഗവാൻ ചോദിക്കുകയാണ്. ആരെയാണ് ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മൾ താരയോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജഡാത്മകമായ കൃമികീടങ്ങൾക്ക് ഇരയാകുന്ന ശരീരത്തിനെയാണോ നമ്മൾ നമ്മുടേതാണെന്ന് പറഞ്ഞ് സ്നേഹിച്ചുകൊണ്ടിരുന്നത്? അതിൽ ആരിരുന്നപ്പോഴാണ്? ഭഗവാൻ ഇരുന്നപ്പോഴാണ് അതിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും ഭഗവാനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഏത് രൂപത്തിൽ? ഓരോരോ മനുഷ്യരൂപത്തിൽ, സ്ഥൂല രൂപത്തിൽ. ഇതാണ് ഭഗവാൻ താരാദേവിക്ക് കൊടുക്കുന്ന തത്വം. ഈ തത്വം ഉൾക്കൊണ്ട് താരയും കൂടെ നിന്ന ലക്ഷ്മണകുമാരൻ ഇത് നേരത്തെ ഈ തത്വം മനസ്സിലാക്കിയതാണ്. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണ ഉപദേശം പല സമയത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ലക്ഷ്മണകുമാരൻ ഇതെല്ലാം ഉൾക്കൊണ്ട ആളാണ്. പക്ഷെ അതിന്റെ കൂടെ ആരുണ്ടായിരുന്നു? സുഗ്രീവനും ഇപ്പോൾ ഉണ്ടായിരുന്നു. ആ സുഗ്രീവനും ഈ തത്വങ്ങളെല്ലാം കേട്ടിട്ട് ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. ഭഗവാനിലേക്ക് വന്നാൽ ഭഗവാൻ നമ്മളെ പൂർണ്ണമായിട്ടും ഭഗവാന് നാം സമർപ്പണം ചെയ്യുകയാണ്. അവിടെ താര പറഞ്ഞു, എന്നെയും കൂടെ കൊല്ലൂ, എനിക്കും അടുത്ത ശരം എന്റെ നെഞ്ചിലേക്ക് അയ്യോ, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഇനി എന്ന് ചോദിച്ചപ്പോൾ അവിടെ പൂർണ്ണ സമർപ്പണമാണ്. എന്നെ കൂടി അവിടുന്ന് എടുത്തോളൂ എന്നാണ് പറയുന്നത്. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ഇല്ല ഇനി. ആ സമർപ്പണത്തിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഭഗവാൻ പുതിയ വ്യക്തിയാക്കി എടുക്കുന്നത്, ഭഗവാന്റെ ആളാക്കി എടുക്കുകയാണ്. ആ സമർപ്പണം ആർക്കാണോ വരുന്നത്, ആ ഭക്തയ്ക്ക് ഈ ഭഗവാന്റെ ചൈതന്യം, ഭഗവാന്റെ സ്വഭാവം, ഭഗവാന്റെ ശാന്തത, ഭഗവാന്റെ സാരൂപ്യമാണ് പിന്നുണ്ടാകുന്നത്. അവരാണ് ജീവൻ മുക്തരാകുക, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തിമാർഗം സിദ്ധിക്കുക, അല്ലെ സാധിക്കുക എന്ന് പറയുന്നത്. അതാണ് ഭക്തിയുടെ ഏറ്റവും ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് സമർപ്പണം എന്ന് പറയുന്നത്. അല്ല ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കുന്നതല്ല സമർപ്പണം. ഭഗവാന് സമർപ്പിക്കുന്ന വ്യക്തിയെ ഭഗവാൻ സ്വന്തമാക്കണം. ഭഗവാന് നാം ഓരോ കാഴ്ചദ്രവ്യങ്ങളൊക്കെ സമർപ്പിക്കുന്നു, നിവേദ്യങ്ങൾ. പക്ഷേ ആ നിവേദ്യങ്ങളെയല്ല ഭഗവാന് വേണ്ടത്, കൊടുക്കുന്ന വ്യക്തിയെയാണ് ഭഗവാന് വേണ്ടത്. ആ വ്യക്തിയെ ഭഗവാൻ അങ്ങ് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ അവിടെ സമർപ്പണമാവുകയുള്ളൂ. അത് ഭഗവാനിലേക്ക് അങ്ങ് ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് ഭഗവാനിൽ നിന്ന് പുതിയൊരാളാകാൻ കഴിയുള്ളൂ. ഭഗവാൻ നമ്മളെ അങ്ങ് എടുക്കും. നമ്മളുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം അങ്ങ് എടുക്കും. നമ്മളുടെ നമ്മുടെ ചീത്ത സ്വഭാവങ്ങളും നന്മകളും എല്ലാം ഭഗവാൻ സ്വന്തമാക്കിയിട്ട് ഭഗവാൻ ഒരു നന്മയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും
ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെ ഒക്കെ ഒരു പുതിയ ഒരു സൃഷ്ടിയാക്കി നമ്മളെ ഇങ്ങ് മാറ്റും. ആ സൃഷ്ടിയെയാണ് പിന്നീട് ലോകം കാണുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് തോന്നും ഇത് പഴയ ആളല്ലേ. പക്ഷെ അവരുടെ സംസാരത്തിലും അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും കൊണ്ട് നമുക്ക് ക്രമേണ മനസ്സിലാകും ഇത് പഴയ വ്യക്തിയല്ല, രൂപത്തിലേ ഉള്ളൂ പഴയ വ്യക്തി. ആ വ്യക്തിക്ക് ഭഗവാൻ കൊടുക്കുന്ന പരിവർത്തനമാണ്. ഭഗവാനിൽ മുങ്ങിക്കുളിച്ച് ഭഗവാൻ പുതിയ തീർത്ഥങ്ങൾ നമ്മളിലേക്ക് പഠിച്ച് നമ്മൾ പുതിയ വ്യക്തികളായി മാറുകയാണ്. ഇവിടെ താരയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം. നമ്മൾ രാമായണം വായിക്കുകയല്ലേ, ഈ രാമായണ ദിവസങ്ങളിൽ ഇത് വായിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ താരയെപ്പോലെ നമ്മളും ഭഗവാന് പൂർണ്ണമായി സമർപ്പണം ചെയ്ത് പുതിയൊരു വ്യക്തിയായി മായാബന്ധത്തിൽ നിന്ന് മോചിതയായി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ലക്ഷ്മണകുമാരൻ്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.